അസ്സലാമു വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹ് അല്ലദീ അൻസല ആയാത്തിൻ ബയ്യിനാത്ത് വകിതാബൻ മുബീന തിബിയാനൻ വതഫ്സീലൻ ലികുല്ലി ഷൈഇൻ വഹുദൻ വബുശ്റാ ലിൽമുസ്ലിമീൻ. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക് അലാ നബിയ്യിനാ മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അഹ്ലൻ വസഹ്ലൻ വമർഹബൻ ബിക്കും ഇലാ لقاء جديد من لقاءات تدبر القرآن، وما زلنا نتحدث أو نتدبر آيات من سورة الأنعام، وقد أكملنا السورة كاملا أو كاملة، وبدأنا المراجعة. നമ്മൾ മുറാജ തുടങ്ങിയായിരുന്നു, റിവിഷൻ. 2 റിവിഷൻ കഴിഞ്ഞു. കഴിഞ്ഞ ഏതാനും ക്ലാസ്സിൽ 1-2 ക്ലാസ്സിൽ ചോദിച്ചിട്ടിരുന്ന ഒരു വിഷയം, യാഉൽ മുത്തക്കല്ലിമിന് ഫത്ഹ് വരുന്ന സന്ദർഭം. 2 പേര് അടുത്തെടുത്തിരിക്കുന്നുണ്ടെന്ന് തോന്നുന്നു. 2 ഡിവൈസ് ഓൺ ചെയ്തിട്ടുണ്ട്, എക്കോ വരും. അപ്പൊ അതൊന്ന് ഓഫ് ചെയ്യുക, അല്ലെങ്കിൽ ഒരാൾ അപ്പുറത്തെ റൂം പോകുക. യാഉൽ മുത്തക്കല്ലിമിന് ഫത്ഹ് വരുന്ന സന്ദർഭം. യാഉൽ മുത്തക്കല്ലിമിന് ഫത്ഹ് വരുന്നത് എപ്പോഴാണ് എന്ന് ചോദിച്ചാൽ, ചുരുക്കി പറഞ്ഞാൽ അടിസ്ഥാനപരമായ ഫത്ഹോ കസ്റോ വന്നതിന് ശേഷം, അടിസ്ഥാനപരമായും ഫത്ഹോ കസ്റോ വന്നതിന് ശേഷം യാഉൽ മുത്തക്കല്ലിം വരിക. അത്തരം സന്ദർഭങ്ങളിൽ യാഉൽ മുത്തക്കല്ലിമിന് ഫത്ഹ് വാജിബായിരിക്കും. അടിസ്ഥാനപരമായ ആ യാഉൽ മുത്തക്കല്ലിമിനെ മാറ്റിയിട്ട് നോക്കാം. ആ യാഉൽ മുത്തക്കല്ലിം അവിടെ നിന്ന് ഒഴിവാക്കിയാൽ, അതിന് മുമ്പുള്ളതിന് യാഉൽ മുത്തക്കല്ലിമിന് ഒഴിവാക്കിയാൽ അതിന് മുമ്പുള്ളത് അലിഫ് അല്ലെങ്കിൽ യാ വരും. വന്നാൽ അലിഫോ യാ വന്നാൽ ആ അലിഫിന്റെയും യാഇന്റെയും മുമ്പുള്ള അക്ഷരത്തിന്റെ അടയാളം, അലിഫിന് മുമ്പുള്ളതിന് വാജിബായ ഫത്ഹും, അലിഫിന് അല്ലെങ്കിൽ യാഇന് മുമ്പുള്ളതിന് വാജിബായ കസറും. അതായത് അവിടെ നിന്ന് ഈ സന്ദർഭത്തിൽ വന്നതല്ല, മറിച്ച് എന്താണ്, അവിടെ സ്ഥിരമായിട്ടുള്ള കസറാണ് അല്ലെങ്കിൽ സ്ഥിരമായിട്ടുള്ള അലിഫ്. അപ്പൊ സ്ഥിരമായിട്ടുള്ള അലിഫിന് ശേഷം, സ്ഥിരമായിട്ടുള്ള ഫത്തഹിന് ശേഷം അലിഫോ, സ്ഥിരമായിട്ടുള്ള കസറിന് ശേഷം യാഉം വന്ന ആ യാഇന്റെയും അലിഫിന്റെയും ശേഷം യാഉൽ മുത്തക്കല്ലിം വന്നാൽ അവിടെ എന്ത് ചെയ്യണം? നിർബന്ധമായും യാഉൽ മുത്തക്കല്ലിമിന് ഫത്തഹ് കൊടുക്കണം, വാജിബാണ്. ഉദാഹരണം, മഹ്യായ, ഖുൽ ഇന്ന സ്വലാത്തി, ഇവിടെ രണ്ടാമത്തെ വരിയിൽ ഖുൽ ഇന്ന സ്വലാത്തി വനുസുക്കി വമഹ്യായ. അപ്പൊ എന്തല്ലേ, മഹ്യ എന്ന് പറഞ്ഞെടുത്ത്, മഹ്യായ എന്ന് എഴുതുമ്പോ മഹ്യ എന്ന് പറഞ്ഞെടുത്ത് യാന് എന്താണ്? ഫത്തഹാണ്. യാന് ഫത്തഹാണ്. അതിനുശേഷം അലിഫുണ്ട്. അപ്പൊ ഈ അലിഫിന് മുമ്പ് ഉള്ള യാന് ഉള്ള അക്ഷരത്തിന് ഫത്തഹാണ്. അപ്പൊ എന്താണ്, മഹ്യ എന്ന് പറയുമ്പോൾ അവിടെ യാഉം അല്ലെങ്കിൽ ഫത്തഹുള്ള യാഉം അലിഫും പുതിയതായിട്ട് വന്നതല്ല. എന്താണ്, മഹ്യ എന്ന് പറയുന്ന വാക്ക് തന്നെ ഉള്ളതാണ്. ഫത്തഹിന് ശേഷം അലിഫ് വന്നു. അങ്ങനെ ഫത്തഹിന് ശേഷം വന്ന അലിഫിന്റെ ശേഷം എന്റെ എന്ന് സൂചിപ്പിക്കാനുള്ള യാഉൽ മുത്തക്കല്ലിം ചേർക്കുമ്പോൾ ആ യാഉൽ മുത്തക്കല്ലിമിന് എന്തായിരിക്കണം? ഫത്തഹ് കൊടുക്കൽ നിർബന്ധമാണ്. മഹ്യായ എന്നർത്ഥം. അപ്പൊ മമാതിലില്ലാഹി റബ്ബിൽ ആലമീൻ സൂറത്തുൽ അൻആം ആയ 68 ബഅദൽ 162 സൂക്തം. വഖൗലുഹു ഫമൻ ഇത്തബഅ ഹുദായ. അപ്പൊ ഹുദ എന്ന് എഴുതുമ്പോൾ എന്താണ്? ഹുദ എന്ന് എഴുതുമ്പോൾ അവസാനത്തിൽ അലിഫാണ് നമ്മൾ പറഞ്ഞല്ലോ. ഷേപ്പ് യാന്റെ ആണെങ്കിലും അലിഫാണ്. അപ്പൊ ഹുദായ എന്ന് എഴുതുമ്പോൾ അവരുടെ ഷേപ്പ് തന്നെ മാറ്റിയിട്ട് അലിഫ് തന്നെ ഇടും.
എന്തായിരുന്നാലും അവിടെ എന്താണ് അലിഫ് ആണ്, അലിഫിന് മുമ്പ് ഫതഹാണ്. അപ്പൊ അലിഫിന് മുമ്പ് ഫതഹ എന്താണ് അവിടെ ബേസിക്കലി ഉള്ളതാണ്, പുതുതായിട്ട് വന്നൊന്നുമല്ല. അത് വാക്യഘടനയിൽ വന്ന ഫതഹൊന്നുമല്ല, മറിച്ച് ഹുദ എന്ന് പറയുന്നിടത്ത് ദാലിന് ഫതഹം അതിനുശേഷം അലിഫാണ്. അതിനുശേഷം യാൽ മുത്തക്കല്ലിം വന്നുകൊണ്ട് എന്ത് ചെയ്തു, ഹുദായ യാൽ മുത്തക്കല്ലിമിന് ഫതഹ തന്നെ കൊടുക്കണം, നിർബന്ധമാണ്. فمن اتبع هداي فلا يضل ولا يشقى آية 23 بعد 123 ആയത്തെ സൂറത്ത് ത്വാഹയിൽ. لا بد أن تفتح الياء, لا بد എന്ന് പറഞ്ഞാൽ അനിവാര്യമാണ്, يجب أن تفتح الياء بعد المنقوص لا بد من فتح الياء معتية. അപ്പൊ അതേപോലെ എന്താണ് മുഅ്തിയ്യ എന്ന് പറയുമ്പോൾ എന്താണ് മുഅ്തിൻ എന്നാണ് ആ വാക്ക്, മുഅ്തിൻ എന്നാണ്. മുഅ്തിൻ നമുക്കറിയാം, ശേഷം യാൽ മുത്തകല്ലിമിലേക്ക് ചേർക്കുമ്പോൾ എന്താ വരും, അതിന് കസർ മാത്രമേ ഉണ്ടാവുള്ളൂ, തൻവീൻ ഉണ്ടാവും. അപ്പൊ എന്താണ് മുഅ്തി എന്നാണ് വരിക, മുഅ്തി. മുഅ്തിൻ എന്ന് പറയുമ്പോൾ കസർ തൻവീനും അവിടെ അലിഫിന്റെ യാ ആണ് ഉണ്ടാവുക, യാ ആണ് ഉണ്ടാവുക മുഅ്തിൻ എന്ന് പറയുന്നത്. ആ യാതിന് അവസാനത്തെ യാതിന് പിന്നെ എന്താ പറയാ ഡോട്ട് ഇടൂലെന്നേ ഉള്ളൂ, മുഅ്തിൻ. അപ്പോഴ് ഒരു കസറങ്ങ് പോയി കഴിഞ്ഞാൽ അവിടെ എന്തുണ്ട്, മുഅ്തി എന്നുണ്ട്, മുഅ്തി. ഇപ്പൊ എന്താണ് അടിസ്ഥാനപരമായും അവസാനത്തിന്റെ മുമ്പുള്ള അക്ഷരത്തിന് കസറാണ്, മുഅ്തി. ആ മുഅ്തി എന്നതിന് യാ ഉൽ മുത്തകല്ലിമിലേക്ക് ചേർക്കുമ്പോൾ എന്തായി, മുഅ്തിയ്യ എന്നായി. അപ്പൊ അവിടെ മുഅ്തിയ്യ എന്നേ വരുള്ളൂ. അപ്പൊ ആ യാ എന്താണ് മുഅ്തി കഴിഞ്ഞിട്ട് യാ ഉൽ മുത്തകല്ലിം അല്ലേ വന്നത്, മുഅ്തി. മുഅ്തിൻ എന്നത് കിതാബ് ചെയ്യുമ്പോൾ മുഅ്തി എന്നാവും. അവിടെ എന്താണ് ത്വാഇന് കസറും പിന്നെ യാ. അപ്പൊ അവിടെ എന്താണ് ആ ത്വാഇന്റെ കസർ ബേസിക്കലി ഉള്ളതാണ്, പുതുതായിട്ട് വന്നതല്ല, വാക്യഘടനയിൽ ഒന്നും വന്നതല്ല, മറിച്ച് അവിടെ അടിസ്ഥാനപരമായ കസറാണ്. അതിനുശേഷം യാ ഉണ്ട്. അപ്പൊ അഥവാ യാന് മുമ്പുള്ള അടിസ്ഥാനപരമായി കസറുള്ള അക്ഷരമാണ്. അതിനുശേഷം യാ അൽ മുത്തകല്ലിം ചേർത്തു, എന്റെ അല്ലെങ്കിൽ എനിക്ക് എന്ന് കേട്ടോ. മുഅ്തിയ്യ എന്ന് പറഞ്ഞാൽ എനിക്ക് നൽകുന്നവൻ, മുഅ്തിൻ എന്ന് പറഞ്ഞപ്പോൾ നൽകുന്നവൻ, യാ എനിക്ക്, മുഅ്തിയ്യ എനിക്ക് നൽകുന്നവൻ. ഉദാഹരണം പറഞ്ഞാൽ അൻത മുഅ്തിയ്യ കിതാബൻ, അൻത മുഅ്തിയ്യ കിതാബൻ, നീ എനിക്ക് ഒരു പുസ്തകം തരുന്നവനാണ്, അൻത മുഅ്തിയ്യ കിതാബൻ. അല്ലെങ്കിൽ ഹൽ അൻത മുൻജിയ്യ. അപ്പൊ എന്താണ് മുൻജിൻ എന്ന് പറഞ്ഞതുപോലെ മുൻജിൻ എന്നതും മുഅ്തിൻ എന്ന് പറഞ്ഞതുപോലെ തന്നെയാണ്, അഞ്ചായിഞ്ചി. അതുപോലുള്ള വാക്കുകളെ ഇതേ രീതിയിൽ വരുള്ളൂ. അഞ്ചായിഞ്ചി എന്ന് പറഞ്ഞാൽ മുൻജിൻ എന്ന് പറഞ്ഞപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ മുൻജി എന്നാണ്. ഇളാവത്ത് ചെയ്യുമ്പോൾ മുൻജി അധികം യാ അൽ മുത്തകല്ലിം, മുൻജി അധികം യാ അൽ മുത്തകല്ലിം. അപ്പൊ എന്താണ് മുൻജി, എവിടെയാ വായിക്കുന്നത് കേട്ടോ, 2, 3, 4, 5. ഹൽ അൻത മുൻജിയ്യ. അപ്പോ മുൻജി അധികം യാ അൽ മുത്തകല്ലിം. അവിടെ എന്താണ് മുൻജി എന്ന് പറഞ്ഞെടുത്ത് അവസാനം യാ, അതിന് തൊട്ട് മുമ്പുള്ള അക്ഷരത്തിന് കസർ. അതെന്താണ് പുതിയതായിട്ട് വന്ന കസറല്ല, അടിസ്ഥാനപരമായുള്ള കസറാണ്. അപ്പൊ എന്ത് വരും, അപ്പൊ മുൻജിയ്യ എന്നേ വരുള്ളൂ, മുൻജിയ്യ എന്നേ വരൂ. കാരണം അവിടെ എന്ത് ചെയ്യണം, യാ അൽ മുത്തകല്ലിമിന് ഫതഹ കൊടുക്കൽ വാജിബാണ്. അല്ലന്ത മുൻജിയ്യ മിൻ അദാബില്ല, നീ എന്നെ അള്ളാന്റെ ശിക്ഷയിൽ നിന്നും രക്ഷിക്കുന്നവനാണോ, മുൻജിയ്യ എന്ന് പറഞ്ഞാൽ എന്നെ രക്ഷിക്കുന്നവനാണോ, എന്റെ രക്ഷകനാണോ. അൽ യാ ലാ ബുദ്ദ അൻ തുഫ്തഹ ബഅദൽ മൻഖൂസി. അപ്പൊ ഇതിനാണ് മൻഖൂസ് എന്ന് പറയുന്നത്, അഥവാ അടിസ്ഥാനപരമായും കസറുള്ളതും അതിനുശേഷം യാ ഉള്ളതുമായ പദത്തിനാണ്, യാ എല്ലാം അവസാനിക്കുന്നതുമായ പദത്തിനാണ് എന്ത് പറയുന്നത്, മൻഖൂസ് എന്ന് പറയുന്നത്. പിന്നെന്താണ്, ഇപ്പൊ 2 സന്ദർഭം പറഞ്ഞു. അടിസ്ഥാനപരമായ ഫതഹിന് ശേഷം അലിഫ് വരിക, അടിസ്ഥാനപരമായ കസറിന് ശേഷം യാ വരിക. ഈ 2 അവസ്ഥയുടെയും ശേഷം യാ അൽ മുത്തകല്ലിം ചേർത്താൽ ആ യാ അൽ മുത്തകല്ലിമിന് ഫതഹ കൊടുക്കണം. അതേപോലെ മൂന്നാമത്തെ സന്ദർഭം ബഅദൽ മുസന്ന കമാ ഫി ഖൗലിഹി തആല റബ്ബിഗ്ഫിർലി വലിവാലിദയ്യ. വലിവാലിദയ്യ എന്നുള്ളത് തിരിച്ചു പറയുന്നത് എങ്ങനെ പറയും, വാലിദയ്യ എന്നുള്ളത് തിരിച്ചു പറഞ്ഞാൽ എങ്ങനെ വരും, വാലിദൈനി സായിദ് യാ അൽ മുത്തകല്ലിം, വാലിദൈനി മാതാപിതാക്കൾ അധികം
യാൽ മുത്തകല്ലിം. അപ്പൊ വാലിദൈനിയുടെ കൂടെ യാൽ മുത്തകല്ലിം വാലിദൈനി എന്നുള്ള യാൽ മുത്തകല്ലിമിലേക്ക് ഇദാഫത്ത് ചെയ്യാണ്. അപ്പൊ എന്ത് ചെയ്യും? ഞാൻ ഇവിടെ പോവും, വാലിദൈനി എന്നുള്ള ഞാൻ പോവും. അപ്പൊ ഇന്നെന്തായി? വാലിദൈ എന്നായി. പിന്നെ യാൽ മുത്തകല്ലിം അതിനോട് ചേർക്കണം. അപ്പൊ എന്ത് ചെയ്യണം? യാൽ മുത്തകല്ലിമിന് പത്ത് കൊടുക്കണം. വാലിദയ്യ, വാലിദയ്യ. അഥവാ ദ്വിവചനത്തിന് സ്വാഭാവികമായിട്ടും ദ്വിവചനത്തിന് ശേഷം യാൽ മുത്തകല്ലിം ചേർക്കുമ്പോൾ ദ്വിവചനത്തിന്റെ അവസാനം യാ സാക്കിനത്തായിരിക്കും. പിന്നെ യാൽ മുത്തകല്ലിം ചേർക്കും. അപ്പോഴെന്ത് ചെയ്യണം? ഒരു ശ്രദ്ധ കൊടുത്തേ പറ്റൂ, ശ്രദ്ധ കൊടുക്കണം. അപ്പൊ യാൽ മുത്തകല്ലിമിന് പത്ത് കൊടുക്കണം. അവിടെ എന്താണ്? യാൽ മുത്തകല്ലിമിന് പത്ത് വാജിബാണ്. ഈ സൂറത്തിൽ ആയ റബ്ബി ഗഫിർ ലി വലി വാലിദയ്യ എന്ന സൂറത്ത് എന്താണ്? ആയത്ത് സാമിന വശരീൻ ഫി സൂറത്തി നൂഹ്. ബഅദ ജംഉൽ മുദക്കരി സാലിം. അതേപോലെ തന്നെ ജം മുദക്കർ സാലിമിന്റെ അവസ്ഥയിൽ വരുമ്പോഴും ഇതേപോലെ തന്നെയാണ് വരിക. കമാ ഫി ഖൗലിഹി തആല വമാ അൻതും ബിമുസ്ലിഖിയ്യ. അപ്പൊ എന്താണ്? അൻതും മുസ്ലിഖൂന എന്നാണ്. മുസ്ലിഖൂന, മുസ്ലിഖൂന. ബി വന്നപ്പോ എന്തായി? മുസ്ലിഖീന എന്നായി. ബി മുസ്ലിഖീന, മുസ്ലിഖീന അധികം യാൽ മുത്തകല്ലിം. അപ്പൊ എന്താ? യാൽ മുത്തകല്ലിമിലേക്ക് ഇദാഫത്ത് ചെയ്യുന്നത് കൊണ്ട് മുസ്ലിഖീന ഇടനാ പോയി. അപ്പൊ എന്ത് വന്നു? മുസ്ലിഖീ എന്ന് വന്നു. അതിന്റെ കൂടെ യാൽ മുത്തകല്ലിം ചേർത്താൽ അവിടെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ്. കാരണം എന്താണ്? അടിസ്ഥാനപരമായ കസ്റിന് ശേഷമാണ് ഇത് വരുന്നത്. അടിസ്ഥാനപരമായ കസ്റിന് ശേഷമുള്ള യാന് ശേഷം യാൽ മുത്തകല്ലിം ചേർത്തു. നേരത്തെ വാലിദയ്യ എന്ന് പറഞ്ഞിടത്ത് അടിസ്ഥാനപരമായ പത്തതിന് ശേഷം യാ ഉണ്ട്, അതിനുശേഷം യാൽ മുത്തകല്ലിം ചേർത്തു. അപ്പൊ എന്താണ്? അവിടെ രണ്ട് സ്ഥലത്തും ഇതേപോലെ പത്ത് കൊടുക്കൽ വാജിബാണ്. هذه الآية في في سورة إبراهيم آية 22. وكما في حديث أو مخرجية هم أو مخرجية هم إن حديث വന്നിട്ടുണ്ട്. أو مخرجية എന്ന് പറഞ്ഞാൽ മുഖരിജീന ഹും, അവര് പുറത്താക്കുന്നവരാണോ എന്നെ. മുഖരിജീന എന്ന് പറഞ്ഞിട്ട് എന്തോന്നു? യാൽ മുത്തകല്ലിം ചേർത്തപ്പോ നൂന് പോയിട്ട് അവിടെ എന്ത് ചെയ്യണം? യാൽ മുത്തകല്ലിം ബഹുവചന ജംഉ മുദക്കർ സാലിമിന് ശേഷം യാൽ മുത്തകല്ലിം വരുമ്പോൾ അവിടെയും എന്ത് ചെയ്യണം? പത്ത് കൊടുക്കണം. അവിടെയും എന്താണ്? നമ്മൾ നേരത്തെ പറഞ്ഞ നിയമം തന്നെയാണുള്ളത്. അടിസ്ഥാനപരമായ അക്ഷരത്തിന് ശേഷം എന്ത് വന്നു? യാ വന്നു. അടിസ്ഥാനപരമായ അടയാളത്തിന് ശേഷം കസ്റിന് ശേഷം യാ വന്നു. യാൽ മുത്തകല്ലിമിലേക്ക് രണ്ടാമത് ചേർത്തപ്പോഴത്തേക്ക് എന്തായി? പത്ത് കൊടുക്കൽ വാജിബായി. മാ അദ യജൂസുൽ ഫത്ഹു. മാ അദ അവസാനത്തെ മുമ്പത്തെ വരി നോക്കുക. മാ അദ, അദ എന്ന് പറഞ്ഞാൽ ഒഴികെയുള്ളത്. മാ അദ ഹദ, ഇത് ഒഴികെയുള്ളത്, ഈ പറഞ്ഞ കാര്യങ്ങൾ ഒഴികെയുള്ളത്. യജൂസുൽ ഫത്ഹു വൽ കസ്റു, അവിടെ എന്ത് ചെയ്യും? പത്ത് കൊടുക്കലും കസ്ർ കൊടുക്കലും അനുവദനീയമാണ്. ഹാദൽ ഫത്ഹു അൽ വാജിബു വൽ ബാക്കി യജൂസു വജിഹിയ. അപ്പൊ ഈ പറഞ്ഞെല്ലാം എന്താണ്? വാജിബായതാണ്. വൽ ബാക്കി ശേഷമുള്ളത് യജൂസു വജിഹിയ വജിഹി. വജ്ജഹത്ത് വജിഹിയ എന്ന് പറഞ്ഞിടത്ത് വജിഹി എന്ന് പറഞ്ഞിടത്ത് എന്താണ്? ഹാന് അടിസ്ഥാനപരമായും കസ്റുള്ളതാണോ? വജിഹിയ എന്ന് പറഞ്ഞിടത്ത് തിരിച്ചു പറഞ്ഞാൽ എന്തുവരും? വജഹുൻ അധികം യാൽ മുത്തകല്ലിം. അപ്പൊ എന്താണ്? വജഹുൻ എന്നാണ്. വജഹുൻ എന്നിടത്ത് ലമ്മിലാണ് അവസാനിക്കുന്നത്. വജ്ജഹത്തു വജിഹിയ എന്ന് പറഞ്ഞിടത്ത് ഇനി വജിഹിയ എന്ന് പറഞ്ഞാൽ വജഹ് എന്താണ്? മഫ്ഊലു ബിഹി മൻസൂബാണ്. അവിടെ ഫത്തഹാണ് വരേണ്ടത്. ഞാൻ തിരിച്ചു. എന്തിനെ തിരിച്ചു? വജഹിനെ തിരിച്ചു. പിന്നെ യാൽ മുത്തകല്ലിം അവിടെ ബേസിക്കലി അവിടെ ലമ്മാണുള്ളത്. പിന്നെ ഗ്രാമർ പരമായിട്ട് ഫത്തഹ വന്നു. എന്തായിരുന്നാലും അവിടെ യാൽ മുത്തകല്ലിം ചേർക്കുമ്പോൾ അവിടെ അടിസ്ഥാനപരമായ കസ്റുള്ളതല്ല. അവിടെ എന്താണ്? വജിഹി എന്നും പറയാം, വജിഹിയ എന്നും പറയാം. അപ്പൊ നമുക്ക് ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ വജ്ജഹത്ത് വജിഹി ലില്ലദീ ഫത്തറ സമാവാതി എന്ന് പറയാൻ പറ്റുമോ? അതുപോലെ
വജ്ഹത്ത് വജിഹിയ എന്ന് പറയാമെന്ന് പറഞ്ഞു, വജ്ഹത്ത് വജിഹി എന്ന് പറയാമെന്ന് പറഞ്ഞു. വജിഹി എന്ന് പറയാൻ പാടില്ല. കാരണം എന്താ? വജ്ഹത്ത് വജിഹിയ എന്നുള്ളത്, വജിഹിയ എന്നുള്ളത് എന്താണ്? നമ്മൾ ഹബ്സിന്റെ റിവായത്ത് അനുസരിച്ചാണ് പാരായണം ചെയ്യുന്നതെങ്കിൽ റിവായത്ത് ഹബ്സ് പ്രകാരം അവിടെ യാന് ഫത്തഹാണുള്ളത്. അപ്പൊ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ ഇവിടെ ജായിസ് ആണ് എന്ന് വിചാരിച്ചിട്ട് എന്ത് ചെയ്യാൻ പാടില്ല, അനുവദനീയമാണെന്ന് വിചാരിച്ചിട്ട് അവിടെ ഫത്തഹുള്ള സ്ഥലത്ത് മാറ്റിയിട്ട് പാരായണം ചെയ്യാൻ പാടില്ല. ഭാഷാപരമായും അവിടെ ഫത്തഹ കൊടുക്കേണ്ടത് ഈ സന്ദർഭങ്ങളിൽ മാത്രമാണ്. ചുരുക്കി പറഞ്ഞ രണ്ട് സന്ദർഭങ്ങളില. അടിസ്ഥാനപരമായും ഫത്തഹിന് ശേഷം അലിഫ് വരിക, അടിസ്ഥാനപരമായുമുള്ള ഫത്തഹിന് ശേഷം യാ ലീൻ വന്നാലും കുഴപ്പമില്ല. വാലിദൈനി എന്ന് പറയുന്നത് യാ ലീൻ എന്നാണ്. ഫത്തഹം യാ ലീൻ, യാ സുക്കൂനുള്ള യാ, അല്ലെങ്കിൽ ഗസറിന് ശേഷം യാ വരിക. അടിസ്ഥാനപരമായ ഗസറിന് ശേഷം യാ ഉണ്ടായിരിക്കും. അതിനുശേഷം യാ മുത്തല്ലിം ചേർത്താൽ അവിടെ എന്താണ്? ഫത്തഹ കൊടുക്കണം. അതാണ് ഒറ്റ സന്ദർഭം പറയാനുള്ളത്, ഒറ്റ വാക്കിൽ പറയാനുള്ളത്. ബാക്കിയുള്ളിടത്തെല്ലാം അനുവദനീയമാണ്. പക്ഷേ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ ഖുർആനിൽ റിവായത്ത് അനുസരിച്ച് മാത്രമേ പാരായണം ചെയ്യാവൂ. അപ്പൊ നമ്മൾ റിവായത്ത് ഹബ്സിൽ അവിടെ ഫത്തഹ ഇട്ടിട്ടുണ്ട്, എങ്കിലും എന്ത് ചെയ്യണം? ഫത്തഹ ഇട്ട് വായിക്കണം. കാരണം എന്താ? ഹബ്സിന്റെ റിവായത്ത് അനുസരിച്ച് അവിടെ ഫത്തഹില് ആണ് പാരായണം ചെയ്യും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ജിബ്രീൽ അലൈഹിസ്സലാം പാരായണം ചെയ്ത് കൊടുത്തതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പാരായണം ചെയ്തതുമായ ക്രമം സഹാബി പഠിച്ചത് എന്താണ്? അതനുസരിച്ചാണ് റിവായത്ത് ഹബ്സിൻ അൻ ആസിം. അപ്പൊ ആസിമിൽ നിന്നും പിന്നെ അബ്ദുറഹ്മാൻ ബിൻ ഹബീബ് സുലമി എന്ന സഹാബിയിൽ നിന്നും ഉദ്ധരിക്കപ്പെട്ടതാണ്. അദ്ദേഹം ഖുലഫാ റാഷിദിൽ നിന്നും റസൂലിൽ നിന്നുമാണ് പഠിച്ചിരിക്കുന്നത്. റിവായത്ത് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ശ്രദ്ധ അതിനെ സാഹിൽ ചോദിച്ചാളെ കണ്ടില്ലല്ലോ. ഓക്കെ, അവിടെ ടെസ്റ്റ് ക്ലിയർ ആണ്. ഇനി നമ്മൾ ചുരുങ്ങിയത് ഒരു പേജെങ്കിലും, എത്ര പേജ് വായിക്കണമെന്ന് പറഞ്ഞു? ഒരു ദിവസം ഒരു പേജ് വായിക്കാൻ പറ്റും അല്ലേ? ടോട്ടൽ 5 പേജ് വായിക്കാൻ പറയും. 5 പേജോ 6 പേജോ? അന്നത്തെ വെള്ളി കഴിഞ്ഞിട്ട് പിന്നെ ശനി, ഞായർ, തിങ്കൾ, ചൊവ്വ, ബുധൻ. ഓക്കെ, 5 മതി. പിന്നെ ഒരു പേജ് ഡിസ്കൗണ്ട്. ബുധൻ വ്യാഴം കഴിഞ്ഞിട്ട് വെള്ളി വായിച്ച ക്ലാസ് കഴിഞ്ഞു. അപ്പൊ അതിന് വേണ്ടിയുള്ള സമയം കഴിഞ്ഞു. പിന്നെ ഏതെങ്കിലും ഒരു ദിവസം നിങ്ങൾക്ക് ഒരു കഴിവുണ്ടായാലും ബാക്കി 5 പേജ് എന്തായാലും വായിക്കാൻ പറ്റും. 5 പേജ് വായിച്ചവരാണ് എല്ലാവരും. ഹാൻഡ് റൈസ് ചെയ്യാൻ പറ്റുമോ? ഞങ്ങളുടെ ഗ്രൂപ്പിൽ ചോദിക്കാൻ പറ്റുമോ? വിട്ടുപോയതല്ല, എപ്പോഴും ഒരേ രീതിയിൽ തന്നെ ചെയ്യണമെന്ന് ചോദിച്ചാൽ. ഹാൻഡ് റൈസ് ചെയ്യാൻ പറ്റുമോ? 5 പേജ് വായിച്ചവര്, 5 പേജ് വായിച്ചവര്. من قرأ 5 صفحات. അതിന്റെ ഒന്നും റൈസ് ആവാൻ പറ്റുന്നില്ലെന്ന് തോന്നുന്നു. ഒരാൾ വന്നു. ومن لم يقرأ قل كم قرأت أو بأي سبب لم تقرأ. എന്തുകൊണ്ട് വായിച്ചില്ല? കൈ ഉയർത്തിയാൾ പിന്നെ താറ്റിയ വന്നു. വായിച്ചു. അതാരാ പറഞ്ഞു? ഒന്നുകൂടെ പറയും കേക്കട്ടെ. റാഹിയ വായിച്ചു. പിന്നെ ആയിഷ വായിച്ചു. പിന്നെ വായിച്ചു. നേരത്തെ കൈ ഉയർത്തി ഇപ്പൊ താന്നുപോയി. ഞാനാരാ? ഞാൻ എന്ന് പറഞ്ഞ ആളായിരുന്നു. നോക്കട്ടെ ഒന്നുകൂടെ. ആ, മാഷാ അല്ലാ. പിന്നെ അബ്ദുള്ള, അബൂബക്കർ, രണ്ട് അബൂബക്കർ ഉണ്ടല്ലേ? അബു കേക്കയുണ്ട്, അബൂബക്കർ കുഞ്ഞുണ്ട്. മിണ്ടാത്ത എന്താ? മുഹമ്മദ് അഷ്റഫ്. മുഹമ്മദ് അഷ്റഫ് ഇപ്പൊ വന്നേ ഉള്ളോ? വണ്ടിയിലെ ഡ്രൈവിംഗില്.
ഡ്രൈവിംഗിലാണ്. നിങ്ങളുടെ ചോദ്യത്തിന്റെ ഉത്തരവൊക്കെ കഴിഞ്ഞ് കേട്ട് കേട്ട്. നിങ്ങൾ കേട്ട്. അത് ശരി, നിങ്ങൾ നോക്കിയ ആ സമയത്ത് കണ്ടില്ല. അബൂക്കൊക്കെ ഫുള്ളൊന്നും വായിച്ചിട്ടില്ല, അതാ മിണ്ടാത്തത്. 5 പേജ് വായിച്ചോ? ഒരു ദിവസം 1 പേജ് വായിച്ചോ? 1-2 പേജൊക്കെ വായിച്ചു. മന്നാം ശ്രദ്ധിച്ചു വായിച്ചോ? പൂർണ്ണമായിട്ടും ആശയം മനസ്സിലാവുന്നുണ്ടോ? വാക്കർത്ഥം കിട്ടുന്നുണ്ടോ? അതിന്റെ സർഫ് മനസ്സിലാവുന്നുണ്ടോ? സർഫൊക്കെ മനസ്സിലാകാൻ ലേശം പ്രയാസമുണ്ട്. അർത്ഥങ്ങളൊക്കെ ഒരു 80% സർഫ് മനസ്സിലാവുന്നുണ്ട്. മനസ്സിലാകാൻ പ്രയാസം ഉണ്ടാകാൻ പാടില്ല. നഹ്വ് മനസ്സിലാകാൻ അല്പം ശ്രദ്ധിക്കേണ്ടി വരും. നഹ്വും സർഫും നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഈ സൂറത്തിൽ എന്തായാലും കംപ്ലീറ്റ് ചെയ്തു. ഈ സൂറത്തിൽ വരുന്ന സർഫും നഹ്വും അതിലെന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. സർഫ് നഹ്വ്, ഈ സൂറത്തിൽ വന്ന സർഫ് നഹ്വ്, അതിനാണ് നമ്മൾ റിവൈസ് ചെയ്യുന്നത്. ആർക്കെങ്കിലും ചോദിക്കാനുണ്ടോ? സർഫ് നഹ്വ്. സർഫ് അറിയാമല്ലോ. സർഫ് എന്താണ്? നിന്നും ഇപ്പൊ എന്താ ഇവിടെ ഒരായിട്ട് ഇൻ അതാക്കും അസാബുല്ലാഹി ബഗ്തതൻ. അപ്പൊ അതാക്കും എന്നുള്ളൊരു ഫീൽ ഏതാണ്? അത്താക്കും എന്നുള്ള ഫീൽ ഏതാണ്? അതിന്റെ മുലാരി എന്താണ്? അത്തായത്തി. ഒരുപാട് പ്രാവശ്യം ഖുർആനിൽ വന്നിട്ടുള്ള വാക്കാണ് അത്തായത്തി. പിന്നെ അതേപോലെ ബഗ്തതൻ കഴിഞ്ഞ ജഹറത്തൻ ഹൽ യുഹ്ലകു ഇല്ലൽ ഖൗമുൽ ളാലിമൂൻ. ഫഖുതിഅ ഒന്നാമത്തെ 45-ാമത്തെ ആയത്. ഫഖുതിഅ ദാബിറുൽ ഖൗമി. അപ്പൊ ഖുതിഅ അയ്യു നൗഇൻ മിനൽ അഫ്ആൽ, എന്ത് തരം ഫിഅലാണ്? ഫിഅൽ മഅറൂഫ് ആണോ മജ്ഹൂൽ ആണോ? ഫിഅൽ മജ്ഹൂൽ ആണ്. പിന്നെ അത് മനസ്സിലായി. പിന്നെ അതിന്റെ മഅറൂഫ് എന്തായിരിക്കും? അതിന്റെ മഅറൂഫ് എന്തായിരിക്കും? അതേപോലെ അതിന്റെ മുളാരി എന്താണ്? മിൻ അയ്യി ബാബിൻ, ഏത് ബാബിൽപ്പെട്ടതാണ്? നമ്മൾ പഠിച്ച ഏത് ബാബിൽപ്പെട്ടതാണ്? ഫതഹ യഫ്തഹു ബാബിൽപ്പെട്ടതാണ്. ഇത് അറിയുക എന്നതാണ് സർഫ് എന്ന് പറയുന്നത്. ഇതറിയാവുന്നതാണ് സർഫ്. രണ്ടാമത്തെ നഹ്വ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ആലമീൻ എന്തുകൊണ്ട് യാവെന്നു? എന്തുകൊണ്ട് ആലമൂൻ എന്ന് പറഞ്ഞില്ല? കൊണ്ട് റഫീദാണ്. ലില്ലാഹി ഒന്നുമല്ല, റബ്ബിൽ ആലമീൻ. ഇലാഫത്ത് ചെയ്തപ്പോൾ ആലമീൻ എന്നുള്ളത് ഈന കൊണ്ട് ജർ ചെയ്തെന്ന് പറഞ്ഞു. നമ്മൾ അവസാനം പഠിച്ച ഗ്രാമർ യാ കൊണ്ട് ജർ ചെയ്തു എന്നാണ്. ആദ്യം പഠിച്ചത് ഈന കസർ കൊടുത്തപ്പോ ഈന വന്നു. അവസാനം പഠിച്ചത് നഹ്വിന്റെ ഒറിജിനൽ ടെക്സ്റ്റ് പറയുന്നത് എന്താ? യാ കൊണ്ടാണ് ജർ ചെയ്യുന്നത്. ലിഅന്നഹു മിനൽ ജംഇൽ മുദക്കരി സാലിം, മുദക്കർ സാലിമിൽ പെട്ടതായതുകൊണ്ട് എന്ത് ചെയ്തു? അത് ചെയ്തു. അതാണ് നഹ്വ് അറിയാവുന്നത്. ഖുൽ അറഅയ്തും ഇൻ അഖദല്ലാഹു സമഅക്കും വഅബ്സാറക്കും ഖതമല്ലാഹു അലാ ഖുലൂബിക്കും. അത് പറയാം. മൻ ഇലാഹുൻ ഗൈറുല്ലാഹി യഅതീകും. യഅതീകുമിലേക്കും എന്താണ്? എന്താണ് അതിന്റെ വ്യാകരണപരമായ സ്ഥാനം? ആണ്. അത് മൻസൂബാണ്. അടയാളം കാണാൻ പറ്റില്ല. ദുറൂസുൽ ലുഗത്തുൽ അറബിയ 3-ാം ഭാഗം പഠിച്ചാലാണെങ്കിൽ അറിയാം അതിന്റെ അടയാളം എന്താണ്. ദുറൂസ് 3 പഠിച്ചാരെങ്കിലും ഉണ്ടോ? അപ്പൊ എന്താണ് അവിടെ? മുഖദ്ദറത്താണ്. അവിടെ സങ്കല്പിക്കണം. അവിടെ ഫത്ഹ ഉണ്ടെന്ന് സങ്കല്പിക്കണം. അവിടെ മബനിയാണ്. എന്താണ്? കും. എപ്പോഴും കുമ്മെന്നേ വരുള്ളൂ. എന്തായിരുന്നാലും അവിടെ അടയാളം ഫത്ഹ അതിന്റെ സ്ഥാനത്താണ് ഉള്ളത്. മഫ്ഊലുൻ ബിഹിയാണ്. അതറിയാവുന്നതാണ് നഹ്വ്. അപ്പൊ ഇതില് ഉൻദുർ കൈഫ നുസർരിഫുൽ ആയാതി. അപ്പൊ ആയാത്ത് എന്ത് സ്ഥാനത്താണ് ഉള്ളത്?
ഒരുപാട് പ്രായം ചിന്തിക്കാനുണ്ടോ? ഇപ്പൊ നിങ്ങൾ 5 പേജ് വായിച്ചെന്നോ? ഈ ഒരു വായിച്ചിട്ട് എന്ത് കണ്ടെത്തി? ആയാത്തി, ആയാത്തിന്റെ സ്ഥാനത്താണ് ഉള്ളത്. മഫ്ഊലുൻ ബിഹി മൻസൂബ, റഫ ചെയ്യപ്പെട്ട അവസ്ഥയിലാണ്. പക്ഷേ ജമ്മു മുഅന്നസ് സാലിമിന് ഫത്ഹയ്ക്ക് പകരം കസ്റാണ് കൊടുക്കുക. കൈഫ നുസർരിഫുൽ ആയാത്തി, എങ്ങനെയാണ് നാം ആയത്തുകൾ വിശദീകരിച്ചു തരുന്നത് എന്ന് നീ നോക്കൂ. തുമ്മ ഹും യസ്തിഫൂൻ. എന്താണ് യസ്തിഫൂൻ എന്ന് പറഞ്ഞാല്? തിരിഞ്ഞു പോകുന്നു. പിന്നീട് എങ്ങനെയാണ് അവർ തിരിഞ്ഞു പോകുന്നതെന്നും നീ നോക്കിക്കൊള്ളുക. അല്ലെങ്കിൽ പിന്തിരിഞ്ഞു പോകുന്നത്. ഓക്കെ. മാ നുർസിലുൽ മുർസലീന ഇല്ലാ മുബശ്ശിരീന വമുൻദിരീന ومن آمن وأصلح فلا خوف عليهم ولا هم يحزنون. മുബശ്ശിരീന ഇല്ലാ മുബശ്ശിരീന വമുൻദിരീന എന്താ അർത്ഥം? സന്തോഷ വാർത്ത അറിയിക്കുന്നവരും താക്കീത് നൽകുന്നവരും താക്കീത് നൽകുന്നവരും അല്ലാതെ. അപ്പൊ ഒമാ നുർസിലുൽ മുർസലീന ഇല്ലാ മുബശ്ശിരീന വമുൻദിരീന പൂർണ്ണമായിട്ട് പറയും. മുർസലീന നാം സന്തോഷ വാർത്ത അറിയിക്കുന്നവനും അതുപോലെ ആയിട്ടല്ലാതെ എന്നുള്ളതിനെ അവിടെ നീട്ടി. ആയിട്ടല്ലാതെ എന്നുള്ളത് നൽകുന്നവരായും അല്ലാതെ. ഇല്ല 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 ഒഴികെ അല്ലാതെ. ആയിട്ടെന്നൊരു വാക്ക് പറഞ്ഞില്ലേ? ആയിട്ട് അവിടെ നീട്ടി. ബഷീരീന മുൻദിരീന എന്താണ്? ഹാലാണ്. ആ അവസ്ഥയിൽ, ഹാല് ആ അവസ്ഥയിലാണ്. അതുകൊണ്ടാണ് ആയിട്ടെന്ന് പറഞ്ഞത്. സന്തോഷ വാർത്തവനായി അറിയിക്കുന്നവരായി ആയ നിലയിൽ എന്നർത്ഥം. فمن آمن وأصلح فلا خوف عليهم ولا هم يحزنون. അപ്പൊ എന്താണ് യഹ്സനൂന്റെ മാദി? എന്താണ്? ഹസനാണോ? ഹസീന യഹ്സനു. ഹസീന യഹ്സനു കേട്ടാ. الذين كذبوا بآياتنا يمسهم العذاب. യമസ്സഹുമുൽ അദാബ്. അഷ്റഫ് സാഹിബ് ചോദിച്ച മറ്റൊരു ചോദ്യമാണ് മസ്സ എമസ്സു അല്ലേ? മസ്സ എമസ്സു. ലം വന്നാൽ എന്ത് ചെയ്യാം? ലം വന്നാൽ ലം യംസസ് എന്ന് ഷദ്ദ അഴിച്ചിട്ടും പറയാം, ലം യമസ്സ എന്ന് ഷദ്ദ അടിക്കാതെയും പറയാം. ലം യമസ്സ എന്ന് ഷദ്ദ അടിക്കാതെയും പറയാം, ലം യംസസ് എന്ന് ഷദ്ദ അഴിച്ചിട്ടും പറയാം. അത് നേരത്തെ പറഞ്ഞ പോലെ ജായിസാണ്. ഖുർആനിൽ പറയാൻ പറ്റൂല. ഖുർആനിൽ എവിടെയാണോ റിവായത്ത് എങ്ങനെയാണോ ഉള്ളത് അതേ രീതിയിൽ വായിക്കാവൂ. ഈ അനുവദനീയം എന്ന് വിചാരിച്ചിട്ട് അവിടെ എന്ത് ചെയ്യാൻ പാടില്ല. അതിന്റെ അടുത്ത് പറഞ്ഞു, ഞാൻ ചോദിച്ചു നിങ്ങൾ ഇങ്ങനെ പാരായണം ചെയ്യുന്നത് എന്താണെന്ന് ചോദിച്ചു. ആള് പറഞ്ഞു ഞാൻ അതൊരു റിവായത്തനുസരിച്ചാണ് പാരായണം. ഞാൻ ചോദിച്ചു ഏത് റിവായത്തനുസരിച്ചാണ് പാരായണം? അപ്പൊ നിങ്ങൾക്ക് എല്ലാ റിവായത്തും അറിയാമെന്ന് ചോദിച്ചു. എന്തായാലും നിങ്ങൾ ഒരു റിവായത്ത് ഏതാണെന്ന് പറഞ്ഞു തരുമോ? അപ്പൊ അങ്ങനെ ആ റിവായത്ത് എങ്ങനെ ഉണ്ടെന്ന് എനിക്ക് മനസ്സിലാക്കാമല്ലോ. അപ്പൊ റിവായത്ത് ഉണ്ടെങ്കിൽ അങ്ങനെ മാത്രമേ പാരായണം ചെയ്യാവൂ. അത് എന്ന് തന്നെയല്ല, ആ റിവായത്ത് അനുസരിച്ചായിരിക്കണം ഫുള്ള് അദ്ദേഹം പാരായണം ചെയ്യുന്നത്, പൂർണ്ണമായും അദ്ദേഹം പാരായണം ചെയ്യുന്നത്. ചുരുങ്ങിയത് ആ റക്അത്തിലെങ്കിലും
ഒരു സന്ദർഭത്തിലെങ്കിലും ആ റിവായത്തനുസരിച്ച് മാത്രമായിരിക്കണം പാരായണം ചെയ്യുന്നത്. ഒരു സിറ്റിങ്ങിൽ ഒരു റിവായത്തിൽ ഉപയോഗിക്കാവൂ. ഒരു റക്കാത്തിൽ പാരായണം ചെയ്യാണ്, ആ ഒരു റക്കാത്തിൽ ഒരായത്ത് ഒരു റിവായത്തനുസരിച്ച് മറുപടിയായിട്ട് വേറെ റിവായത്തനുസരിച്ച് പറയാൻ പാടില്ല. അത് ഉദ്ധരിക്കുന്നത് അദ്ദേഹം ഉദ്ധരിക്കുകയാണെങ്കിൽ ഉദ്ധരിക്കുന്നത് ഒരു ഭാഗമായിരിക്കും, ഒരു റിവായത്തനുസരിച്ചുള്ള ഒരു ഭാഗമായിരിക്കും. ഒരു ഭാഗം ഉദ്ധരിച്ചാൽ പൂർണ്ണമായിട്ടും അതായിരിക്കും. എനിക്കതിൽ വേറൊരു ഇങ്ങനെ തോന്നുന്നുണ്ട്. അത് ഒന്ന് കണ്ടീഷൻ വരുമ്പോഴും ഈ എമസ എന്നൊക്കെ പറഞ്ഞ അത് കണ്ടീഷൻ വരുമ്പോൾ ലം വന്നതിന് തുല്യമാണ്. കണ്ടീഷൻ വരുമ്പോ എന്താണ്? ലം വന്നതിന് തുല്യമാണ്, ജസ്മ കൊടുക്കുന്നത് പോലെയാണ്. അതാണ് ഞാൻ ഉദാഹരണം പറഞ്ഞതേ ഉള്ളൂ. ലം വരുമ്പോൾ ജസ്മിയയിലാണല്ലോ. കണ്ടീഷൻ വരുമ്പോ കണ്ടീഷനും റിസൾട്ടിനും ഒരേ അടയാളമാണ് വരിക. അവിടെ കണ്ടീഷൻ വരുമ്പോഴും അങ്ങനെ ഉപയോഗിക്കും. കണ്ടീഷൻ വരുമ്പോഴും പിന്നെ ഈ തി അങ്ങനെയുള്ള സർവനാമങ്ങൾ വരുമ്പോഴുമാണ് അത് പിന്നെ കെട്ടയക്കുന്നത്. അങ്ങനെ ഒരു ഇതുണ്ട്. അങ്ങനെ തോന്നിയത്. അങ്ങനെയല്ല അല്ല, അതിന് കണ്ടീഷൻ, അത് അങ്ങനെ ഒരു അവസ്ഥ പറയാൻ പറ്റില്ലല്ലോ. ജസ്മ് ചെയ്യപ്പെടുന്നു, അപ്പോൾ എന്ത് ചെയ്യുന്നു? ഒന്നുകിൽ കെട്ടഴിക്കാം, അല്ലെങ്കിൽ കെട്ടഴിക്കാതിരിക്കാം. നേരത്തെ ഉത്തരം പറയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒരാൾ പറയും. ഇൻ അത്തബിഉ ഇല്ലാമാ യൂഹാ ഇലയ്യ. മിണ്ടാത്ത ആരാ ഉള്ളത്? വാ അടിച്ചു വെച്ചിരിക്കുന്നത്. ഒരാൾ പറയും, ആരെങ്കിലും ഒരാൾ പറയും. ഇൻ അത്തബിഉ ഇല്ലാമാ യൂഹാ ഇലയ്യ. എന്താ അർത്ഥം? ഇൻ അത്തബിഉ നൽകിയതല്ലാതെ ഞാൻ എനിക്ക് വഹി നൽകുന്നതല്ലാതെ ഞാൻ പിൻപറ്റുകയില്ല. എനിക്ക് വഹി നൽകപ്പെട്ടത് മാത്രമേ അല്ലാതെ ഞാൻ പിൻപറ്റുകയില്ല. ആദ്യം പറഞ്ഞ ആളുടെ ശബ്ദം പിന്നെ കേട്ടില്ല. ആദ്യം പറഞ്ഞ ആളുടെ ഞാൻ പേര് നോക്കുമ്പോഴത്തേക്ക് ആളെ കാണുന്നില്ല. ആദ്യം പറഞ്ഞ ആൾ ഒന്നുകൂടെ പറയും, കേൾക്കട്ടെ ആരാണെന്ന്. എനിക്ക് മോചനം നൽകപ്പെട്ടതല്ലാതെ നിങ്ങളാണ്. ശരി. നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഉത്തരം പറയുന്ന ആളാ. പറയാത്ത മിണ്ടാതെ കേട്ടുകൊണ്ടിരിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട്. അവര് പറഞ്ഞെങ്കിൽ മാത്രമേ നിങ്ങൾ കറക്റ്റായിട്ട് മനസ്സിലാക്കുന്നുണ്ട് എന്ന് നമുക്കറിയാൻ പറ്റൂ. നമ്മൾ ഈ ഒരു ക്ലാസ്സിനെ കുറിച്ച് പറയുമ്പോൾ, ഞാൻ കഴിഞ്ഞ ഒരു ക്ലാസ്സിൽ ഇതേപോലെ ബക്കറ, ആൽ ഇംറാൻ, നിസാ ഒക്കെ പഠിക്കുന്ന സമയത്ത് നമ്മുടെ എല്ലാ കാര്യങ്ങളും പൂർത്തീകരിക്കും, നഹവൊക്കെ കറക്റ്റായിട്ട് പറഞ്ഞുതരുമെന്ന് പറഞ്ഞു. അപ്പൊ നമ്മള് വേറെ ഏതോ ദർശൊക്കെ പഠിക്കുന്നുണ്ടെന്നാണ്. എന്റെ അറിവിൽ അങ്ങനെ ദർശേ ഇല്ല. മലയാളത്തിൽ എന്തായാലും ഇല്ല. മലയാളത്തിലുള്ളവരെല്ലാം ഒന്നുകിൽ തുടക്കം മുതൽ നെഹ്വ് പറയുന്നവരായിരിക്കും. തുടക്കം മുതൽ നെഹ്വ് പറഞ്ഞ എല്ലാ ആൾക്കാരും കുറച്ചുപേരുണ്ടാവും, കേൾക്കുന്നവർ മനസ്സിലാക്കുന്നവരുണ്ടാവും. പക്ഷെ കൃത്യമായി മനസ്സിലാക്കുന്നവര് വളരെ ചുരുക്കമായിരിക്കും. ولا تطرد الذين يدعون ربهم بالغداة والعشي. لا تطرد الذين എങ്ങനെ ജെറ് വന്നു? ലാ തത്രുദി അത് ജെറാണോ? അല്ല, അപ്പൊ എന്താണ്? മക്സൂറത്താണ്, കസ്ർ ചെയ്യപ്പെട്ടിട്ടാണല്ലോ. അപ്പൊ അതിന് മജ്റൂർ എന്ന് പറയാൻ പറ്റില്ല, ജെറി എന്നൊന്നും പറയാൻ പറ്റില്ല. അത് കസ്ർ ചെയ്യപ്പെട്ടതാണ്. ലാ തത്റുദ് എന്നാണ്. അപ്പൊ അതിന്റെ മാലി എന്താണ്? തത്തുറുദു എന്ന് മധ്യത്തിൽ ലമ്മ് വന്നാൽ മാലിയിൽ ഫതഹായിരിക്കും. മാലിയിൽ 99.9% ഫതഹായിരിക്കുന്നേ പറയാൻ പറ്റുള്ളൂ. ഹസുന യഹ്സുനു എന്നൊരു ബാബുണ്ട് കേട്ടോ. മുളാരിയിലും മുളാരിയിലും മധ്യത്തിൽ ലമ്മുള്ള ഒരു ബാബുണ്ട്, നമ്മൾ പഠിച്ചിട്ടില്ല. കറുമ യക്കുറുമു പോലെ.
അപ്പൊ ഖദാത്തിന്റെ മുകളിൽ വാവിന്റെ മുകളിൽ എന്താ അലിഫ് കാണുന്നത്? ചില ആൾക്കാർ ഖദാവാത്ത് എന്നൊക്കെ വായിച്ചോളി. അങ്ങനെ വാവ് അലിഫിന്റെ സ്ഥാനത്താണ് നിൽക്കുന്നത്. ഖദാത്ത് എന്ന എഴുത്തിൽ മാത്രമേ ഉള്ളൂ. ഖദാത്ത് എന്ന് എഴുത്തിൽ മാത്രമേ ഉള്ളൂ. മാത്രമല്ല മോഡേൺ അറബിക്കില് ഖദാത്ത് എന്ന ദാലിന് ശേഷം അലിഫിട്ടും എഴുതും. പക്ഷേ ഖുറാൻ എഴുതാൻ പാടില്ല അങ്ങനെ. കാരണം എന്താണ്? ഖുറാൻ ഉസ്മാനി സ്ക്രിപ്റ്റ് അനുസരിച്ച് എഴുതാൻ പറ്റും. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഖുറാന് ഉസ്മാനി സ്ക്രിപ്റ്റ് അനുസരിച്ച് എഴുതാൻ പറ്റും. ഉസ്മാനി സ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞാൽ ഉസ്മാൻ റളിയല്ലാഹു മുസ്ഹഫ് ക്രോഡീകരിക്കുന്ന സന്ദർഭത്തിൽ അബൂബക്കർ സിദ്ദീഖിന്റെ ക്രോഡീകരണമല്ല, ഉസ്മാൻ റളിയല്ലാഹുവിന്റെ ക്രോഡീകരണത്തിന്റെ സന്ദർഭത്തിൽ ഒരു മുസ്ഹഫിൽ നോക്കി എല്ലാ റിവായത്തും എന്ന് പറഞ്ഞാൽ 99.9% കേട്ടോ. എല്ലാ എന്ന് പറഞ്ഞാൽ ചില സംഭവമുണ്ട്. അതെന്താണ്? ചില സ്ഥലങ്ങളിൽ തജ്രി തഹ്തഹൽ അൻഹാർ ഉണ്ടാവും. ചില സ്ഥലത്ത് അതേ സ്ഥലത്ത് തന്നെ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ ഉണ്ടാവും. അപ്പൊ ചില റിവായത്തിൽ മിന്നുണ്ടാവും, ചില റിവായത്തിൽ മിന്നുണ്ടാവില്ല. അപ്പൊ ആ പാരായണം എന്ത് ചെയ്യാൻ പറ്റില്ല? ഒരേ മുസാബ് നോക്കി പാരായണം ചെയ്യാൻ പറ്റില്ല. അങ്ങനെയുള്ളത് ഉസ്മാൻ റളിയല്ലാഹു വേറെ എഴുതിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ ഈ പറഞ്ഞ പോലെ ഖദാത്ത് മാലിക് യൗമിദ്ദീൻ അത് നോക്കി തന്നെ മലിക് യൗമിദ്ദീൻ എന്ന് വായിക്കാൻ പറ്റും. കാരണം മീമിന് അലിഫില്ലെന്നാണ്. മലിക് യൗമിദ്ദീൻ എന്ന് പറയാൻ മാലിക് യൗമിദ്ദീൻ എന്ന് വായിക്കാൻ പറ്റും. അങ്ങനെയുള്ള റിവായത്തുകൾ ഒരേ മുസാബ് നോക്കി വായിക്കുന്ന രീതിയാണ് ഉസ്മാൻ റളിയല്ലാഹു ക്രോഡീകരിച്ച മുസാബിലുള്ളത്. അപ്പൊ ആ മുസാബിൽ എന്താണോ എഴുതപ്പെട്ടുള്ളത്, ഏത് രീതിയിലാണ് എഴുതപ്പെട്ടിട്ടുള്ളത്, ആ രീതിയിലെ എഴുതാവൂ. അപ്പൊ ഒരുപാട് കഴിഞ്ഞു. كذلك فتنا بعضهم ببعض ليقولوا هؤلاء من الله. ലിയഖൂലു എന്ന് പറഞ്ഞതിന് യഥാർത്ഥത്തിൽ ഞാൻ ഉണ്ടായിരുന്നോ? എന്താ അവിടെ സംഭവിച്ചത്? ഇണ്ടാത്തവർ പറയും ഒരാൾ ശബ്ദം കേട്ടു. പിന്നെ എന്താ സംഭവിച്ചത്? അപ്പൊ നൂന് പോയി അവിടെ. എന്തുകൊണ്ട് നൂന് പോയി? വരുമ്പോൾ അൻ മറഞ്ഞാണ് നസ്ബ് ചെയ്യുക എപ്പോഴും ലാമു താലീൽ വരുമ്പോൾ. ലാമു താലീൽ എന്ന് പറഞ്ഞാൽ ഈ സംഭവം തീർന്നു. ലാമുൽ ഇല്ലത്തെന്നും പറയാം, കാരണം പറയുന്നില്ല. ലി യഖൂലു അവർ പറയുന്നതിന് വേണ്ടി. അപ്പൊ എന്താണ് കാരണം പറയുന്നില്ല ആയാണ്. അതല്ലെങ്കിൽ ലീ വരുന്നത്, അതായത് ലീക്ക് ശേഷം അപൂർണക്രിയ വന്നു കഴിഞ്ഞാൽ ഉറപ്പായി എന്തായിരിക്കും? അത് ലാമുൽ ഇല്ലത്തായിരിക്കും. അപ്പോൾ ആ ലാമിന് ശേഷം എന്താണ് മുനാരിയ പേര് വന്നാൽ, അപൂർണക്രിയ വന്നാൽ എന്ത് ചെയ്യണം? നൂന് കളയണം. ബഹുവചനമാണെങ്കിൽ നൂന്, ദ്വിവചനമോ ബഹുവചനമാണെങ്കിൽ നൂന് കളയണം. ആനി ഈന ഊനുള്ളത്. ഈ വേറെയും വരും. ഈ തഖൂലി എന്ന് സ്ത്രീ പറയുമ്പോഴും വരും. ഒരു സ്ത്രീ പറയുമ്പോൾ, ഒരു സ്ത്രീയോട് പറയുമ്പോൾ. അപ്പൊ ഈന വരുന്ന സന്ദർഭത്തിലും ആനി വരുന്ന സന്ദർഭത്തിലും നൂന് കളയണം. ലാമുൽ ഇല്ലത്ത് എന്നാണ് അതിന്റെ പേര്. നമ്മള് കാരണം പറയുന്ന ലാം എന്ന് പറഞ്ഞ് പഠിപ്പിച്ചിട്ടുണ്ട്. പുതിയ സിലബസിൽ അപ്പൊ 8 സെമസ്റ്ററിൽ ഒഴിവാക്കിയിരിക്കുകയാണ് ചില കാര്യങ്ങൾ കേട്ടോ. കാരണം ഗ്രാമർ മൊത്തത്തിൽ കൂടിപ്പോണം എന്നുള്ള ഒരു അഭിപ്രായമാണ് ഉള്ളത് ഇപ്പോഴും. على نفسه الرحمة أنه من عمل منكم سوءا بجهالة. നല്ല ഗ്രാമറും കിട്ടാനുണ്ടോ? ലവണ്ടി മാ തസ്തഅ്ജിലൂന ബിഹി. മാ തസ്തഅ്ജിലൂന എന്ന് പറഞ്ഞാല് മാളി എന്താണ്?
ജല ഇസ്തഅജല ഇസ്തഅജല. ഏത് ബാബ് നമ്മൾ പഠിച്ച ഏത് ബാബാണ്? ഇസ്തഗ്ഫറ ഇസ്തഗ്ഫറ ബാബ്. ഗ്രൂപ്പ് എന്ന് പറയുന്നതിന് നമ്മൾ എന്ത് ചെയ്യാം? ബാബ് എന്ന് പറയാം. ഇപ്പൊ സർഫില് ബാബ് എന്നാണ് അറിയപ്പെടുക. ബാബ് എന്ന് പറഞ്ഞാൽ അധ്യായം എന്ന അർത്ഥമുണ്ട്, ഇനം എന്ന അർത്ഥമുണ്ട്. ഗ്രാമർ പറയുന്നിടത്തൊക്കെ ഇനങ്ങൾ എന്ന അർത്ഥത്തിലാണ് ബാബ് എന്ന് പറയുന്നത്. ആ ഗ്രൂപ്പ്, ആ ഇനം എന്ന് കേട്ടോ. വാതിൽ എന്ന് ഓർത്താൽ മതി. ബാബിന്റെ വാതിൽ എന്നാണ് അർത്ഥം. പക്ഷേ ഇവിടെ ബാബിലല്ലല്ലോ. ഇതൊക്കെ പറയുന്ന സമയത്ത് ഇനം, അധ്യായം എന്നൊക്കെ അർത്ഥത്തിലുള്ള രീതിയിലാണ് ബാബ് എന്നത്. ഉളിയയുടെ മാവി മാറൂഫ് എന്താണ്? ഉളിയയുടെ മാവി മാറൂഫ് പിന്നെ ഖബായഖദി. അപ്പൊ ഇവിടെ എന്താണ്? മജ്ഹൂലാണ്. അൽ അംറിന് എന്തുകൊണ്ടാണ് ഉളിയൽ അംറു എന്നതിന് എന്തുകൊണ്ടാണ് റഫ് വന്നത്? ഉളിയൽ അംറിന് റഫ് എന്ന് എന്താണെന്ന് ചോദിച്ചാൽ അവിടെ യാൽ മുത്തകല്ലിം പറഞ്ഞ കാര്യം എന്താ? സമയം കഴിഞ്ഞു. നമ്മൾ എന്തോ ചില സമയത്ത് സമയം കഴിഞ്ഞിട്ട് ആൾക്കാർക്ക് കൺട്രോൾ വിടും. അപ്പം മജ്ഹൂൽ വന്ന ഫായിൽ എന്നാണ് പറയാ. നായിബുൽ ഫായിൽ എന്ന് പറയാം കേട്ടോ. മജ്ഹൂൽ വന്നാല് നായിബുൽ ഫായിൽ എന്നാണ് പറയുക. കാരണം യഥാർത്ഥത്തിൽ എന്താണ്? ഖലല്ലാഹുൽ അംറ എന്നാണ് ശരിക്കും, അല്ലെ? ഖലല്ലാഹുൽ അംറ. അല്ലാഹ് അതെ കാര്യം നിർവഹിച്ചു തീർത്തു, അല്ലെങ്കിൽ വിധിയായി എന്നാണ്. പുതിയ അമ്രു ബൈനിയോ ബൈനക്കോ. അപ്പൊ എന്താണ് അവിടെ? കർത്താവ് മറഞ്ഞുപോയി. കർത്താവ് മറിഞ്ഞാൽ പിന്നീട് കർമ്മത്തിന് ഫത്തഹിന് മനസ്സിന് പകരം റഫാൻ കൊടുക്കുക. അപ്പം അമ്ര എന്നാണ് ഉള്ളത്. കല എന്നാണ് വരുന്നതെങ്കിൽ അമ്ര എന്നാണ് വരേണ്ടത്. അപ്പൊ അതിന് പകരമാണ് എന്ത് ചെയ്തത്? കർത്താവ് മറിഞ്ഞപ്പോൾ കർമ്മത്തിന് കർത്താവിന്റെ അടയാളം കൊടുത്തു. അങ്ങനെയുള്ള സന്ദർഭത്തിൽ നായിബുൽ ഫായിലാണ് എന്നാണ് പറയുന്നത്. പറയേണ്ടത് നായിബുൽ ഫായിൽ എന്നാണ്. ബൈനിയോ ബൈനക്കും അല്ലാഹു അഅലം ബിസ്സാലിമീൻ വഇൻദഹു മഫാത്തിഹുൽ ഗൈബ്. മഫാത്തിഹിന്റെ എന്താണ് ഏകവചനം? എന്താണ്? പിന്നെ അപ്പം അല്ലാഹ് അല്ലാത്ത ആർക്കൊക്കെ ദൃശ്യ കാര്യങ്ങൾ അറിയാം? ആർക്കും അറിഞ്ഞൂടാ. അതിന്റെ അറിയണമെങ്കിൽ താക്കോലെല്ലാം ആർക്കെങ്കിലും വേണ്ടേ? അതിന്റെ കീ ഇരിക്കുന്നത് അള്ളാഹിന്റെ അടുത്ത് മാത്രമാണ്. അദൃശ്യ കാര്യങ്ങളുടെ കീ, ആ കീ ഉണ്ടായിട്ട് വേണ്ടേ പിന്നെ എന്തെങ്കിലും അതിനെക്കുറിച്ച് അറിയാൻ? അതിനെക്കുറിച്ച് ആർക്കും അറിയില്ലെന്നാണ്. ഈ മഫ്തഹ് എന്ന് പറഞ്ഞാല് ജമ്മായിട്ട് മഫാത്തിഹ് എന്ന് പറയാൻ പറ്റുമോ? മഫ്തഹിന്റെയോ? മഫ്തഹ് എന്ന് പറഞ്ഞാൽ തുറക്കപ്പെട്ട സ്ഥലം. ഇസ്മുൽ മക്കാന്. ഇസ്മുൽ മക്കാനിന്റെ ബഹുവചനം വേറെ കണ്ടതാണ്. മാരിഫുൽ ഖുർആൻ എന്നുള്ള തഫ്സീറിൽ ഞാൻ വായിച്ചിട്ടുണ്ട്. മഫ്തഹ് എന്നുള്ള ഒരർത്ഥം കൂടി ഇവിടെ വരുന്നുണ്ട്. അങ്ങനെയുണ്ടോ? മാരിഫുൽ ഖുർആൻ. മനൽ മുസന്നിഫ് ഞാൻ നോക്കിച്ച് വേണമെങ്കിൽ പറഞ്ഞുതരാം. ഓക്കെ, അങ്ങനെ ഉണ്ടാകാം. മഫാത്തിഹുൽ ഗൈബ്. അപ്പൊ അദൃശ്യ കാര്യങ്ങൾ തുറക്കുന്ന സ്ഥാനം അതിന്റെ അടക്കണമെന്നാ? അതെ. മഫാത്തിഹുൽ ഗൈബ്. അപ്പൊ എന്തായിരുന്നാലും അവിടെ ആ സ്ഥാനം കഴിഞ്ഞിട്ട് ഞാൻ അപ്പുറത്തേക്ക് പോകാൻ പറ്റുള്ളൂ. ആ താക്കോല് അല്ലെങ്കിൽ തുറക്കുന്ന സ്ഥാനം അവന്റെ അടുത്താണ് ഉള്ളത്. ലാ യഅലമുഹാ ഇല്ലാ ഹുവ. അപ്പൊ എന്താ? ലാ യഅലമുഹായിലെ ഹാ ഏതിലേക്കാണ് മടങ്ങുന്നത്? സർവനാമം അതിന് അനുയോജ്യമായ
തൊട്ട് മുമ്പ് പറഞ്ഞ നാമത്തിലേക്ക് മടങ്ങണം. മഫാത്തിഹ് മഫാത്തിഹ് അപ്പൊ ആ മഫാത്തിഹിനെ കുറിച്ച് ലാ യഅലമുഹ ഇല്ലാഹു, അവനല്ലാതെ അറിയുകയില്ല. ലായും ഇല്ലായും വരുന്ന എന്തിനു വേണ്ടിയാണ്? ഇന്നയ്ക്ക് പകരം വരുന്നതാണ്. തഅക്കീദിന്റെ ഒരു ഇതാണ് ഉസ്ലൂബ് തഅക്കീദ് എന്ന് പറയാം. തഅക്കീദിന്റെ രീതിശാസ്ത്രം. ആ രീതിശാസ്ത്രത്തിൽ ഒന്നാണ് ലാ ഇല്ല വരിക, ഡബിൾ നെഗറ്റീവ് വരിക. ഡബിൾ നെഗറ്റീവ് വന്നാൽ പോസിറ്റീവ് ആയിട്ട് ഡബിൾ നെഗറ്റീവ് ആകുമ്പോൾ എന്താ ചെയ്യുക? പോസിറ്റീവ് ആകുന്ന പറഞ്ഞാൽ എങ്ങനെയാണ്? ലാ യഅലമുഹ ഇല്ലാ ഹുവ, അവൻ തന്നെയാണ് അറിയുന്നത്, അവനല്ലാതെ വേറെ ആരും അറിയുന്നില്ല എന്ന് പറഞ്ഞാൽ ഹുവ യഅലമു. സ്ട്രെസ് ചെയ്ത് പറയാം. സ്ട്രെസ് ചെയ്ത് പറയുന്നതിന് വേണ്ടിയാണ്, അങ്ങനെ തന്നെയാണ് എന്ന് പറയുന്നതിന് വേണ്ടിയാണ്. ലാ യഅലമുഹ ഇല്ലാ ഹുവ എന്ന് പറഞ്ഞാൽ അവനല്ലാതെ ആരും അറിയുന്നില്ല, ഉറപ്പായും അവൻ തന്നെയാണ് അറിയുന്നത്, വേറെ ആർക്കും അറിയില്ല എന്ന് പറയുന്നുണ്ട്. ബർറ് ബിർറ് ബുർറ് ഒക്കെ അറിയാമല്ലോ. ബർറ് ബിർറ് ബുർറ്. ഖുബസ് ബുർറ് എന്ന് പറഞ്ഞാൽ എന്താ? ഗോതമ്പ്, ഗോതമ്പ് റൊട്ടി, ഖുബസ് ബുർറ്. അതേപോലെ ഹബ്ബത്തും ഉണ്ട്. ഹബ്ബത്ത്, ഹബ്ബ്, ഹുബ്. ഹബ്ബും ഹുബും ഉണ്ട്. ഹബ്ബത്തും ഹബ്ബും തമ്മിൽ എന്താ വ്യത്യാസം? ഏകവചനം ബഹുവചനം ഏകവചനം. അപ്പൊ ഹുബൂബോ? ഹുബുൻ ജമ്മ ഹുബൂബുൻ. ഹുബുൻ ജമ്മ ഹുബൂബാണ്. സ്നേഹങ്ങളാ ഹുബൂബ് സ്നേഹങ്ങളാ. ഹബ്ബത്തുൻ എന്ന് പറഞ്ഞാല് ഒരു ധാന്യമണി, ഒറ്റ ധാന്യമണി കേട്ടോ. ഹബ്ബുൻ എന്ന് പറഞ്ഞാൽ ധാന്യമണി. ഉദാഹരണമായിട്ട് പറഞ്ഞാൽ നമ്മള് അരി വാങ്ങാൻ പോകുന്നു. അരി വാങ്ങാൻ പോകുമ്പോ അരി എന്ന് പറഞ്ഞാൽ എന്താണ്? ബഹുവചനമാണോ ഏകവചനമാണോ? അരി എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ബഹുവചനമായിട്ടാണ് പറഞ്ഞത്, അരി ഫുള്ളായിട്ട് പറഞ്ഞു. അതെന്താണ്? ആ വർഗത്തിന് പറയാൻ വേണ്ടി പറഞ്ഞതാണ്. അപ്പൊ എന്താണ് അതിന്? ഹബ്ബ് എന്നാണ് പറയുന്നത്, ധാന്യം, ഹബ്ബ്. അതേസമയം ഇവിടെ ഹബ്ബത്തിൻ എന്ന് പറഞ്ഞതാ ഒരൊറ്റ ധാന്യമണി, ഒരൊറ്റ ധാന്യമണി. അപ്പൊ ഏകവചനം ഉള്ള പദത്തിന് താ ഉള്ളത് ഉപയോഗിച്ചാൽ അതിന്റെ എന്താണ്? ഒരൊറ്റ എണ്ണം എന്നും, അതേപോലെ താ ഇല്ലാതെ ഉപയോഗിച്ചാൽ അതെന്താണ്? അത് ജനറൽ എന്ന്. മനസ്സിലായില്ലേ? ഇവിടെ എന്താണ്? ഹബൂബ്, ഹബ്ബൻ, ഹബൂബ് ധാന്യങ്ങൾ. പറ്റില്ല അല്ലേ? അല്ലല്ല. അപ്പൊ എന്താണ്? ഒരൊറ്റ ധാന്യമണി പോലെയാണ്, ഒറ്റ ധാന്യമണിയാണ് അമ്പത്തിൽ. അമ്പത്തത്ത് ആ ഒരു ധാന്യമണി സബസനാബിൽ 7 കതിരുകൾ ഉത്പാദിപ്പിച്ചു. അതേസമയം പറഞ്ഞെന്താ? വൽ ഹബ്ബ് ദുൽ അസ്ഫി എന്ന് പറഞ്ഞിട്ട് എന്താ? ഹബ്ബ് ദുൽ അസ്ഫി, കുലയുള്ള ധാന്യങ്ങൾ, അല്ല സോറി, തൊലിയുള്ള ധാന്യങ്ങൾ. ഉമിയുള്ള തൊലിയുള്ള. വൽ ഹബ്ബ് ദുൽ അസ്ഫി റൈഹാൻ. അപ്പൊ അത് ജനറൽ ആയിട്ട് പറഞ്ഞതാണ്, ധാന്യങ്ങൾ എന്ന അർത്ഥത്തിൽ പറഞ്ഞതാണ്. അപ്പൊ ഈ ഹബ്ബ് എന്നതിനെ ബഹുവചനം പറയുമ്പോ ഹബ്ബത്തിന്റെ ബഹുവചനമാണ് ഉപയോഗിക്കുന്നത്. ബഹുവചനം പറയുമ്പോൾ ഹബ്ബാത്ത് എന്നാണ്. ഹബ്ബാത്ത്. റത്തുബ് എന്താണ്? റത്തുബ്
പച്ച നനവുള്ളത് പച്ചല എന്നൊക്കെ പറയണല്ലേ ആ പച്ചല. പച്ച എന്നും നനവുള്ളതെന്നും പറയാം. എന്താണ് ഇവിടെ ഹബ്ബ്, റത്തുബായ ഹബ്ബ് എന്ന് പറഞ്ഞാൽ ഉണങ്ങാത്തത്. റോ ഹബ്ബ് എന്ന് പറയല്ലേ? റാ എന്നാണോ? റോ ഉണങ്ങാത്തതിന് റാ എന്നാണോ പറയാ? ആ അതിന്റെ തനതായത് ഉണങ്ങാത്തത്. അപ്പം പച്ചായത് എന്നുള്ള അർത്ഥത്തിൽ റോ ഉണങ്ങാ മെറ്റീരിയൽ റോ മെറ്റീരിയൽ RAW. പറഞ്ഞാൽ എനിക്ക് മനസ്സിലായി, അതൊക്കെ മനസ്സിലായി. നമ്മള് അങ്ങനെ പറയുമോ? അത്തിപ്പഴം ഉണങ്ങിയതും ഉണ്ടാവും, പച്ചയും ഉണ്ടാവും, അല്ലേ? അത്തിപ്പഴം നമുക്ക് ഉണക്കയും പച്ചയും വാങ്ങാൻ കിട്ടുമല്ലോ. മുന്തിരി ഉണക്കയും പച്ചയും കിട്ടും. കേട്ടോ. ആ അർത്ഥത്തിലാണ്. ഉം. ആ മുന്തിരി ഉണങ്ങിയാൽ, അതിനകത്ത് ഉണങ്ങിയാൽ സദീബ് എന്നാണ് പറയുക. ഞാൻ സൂപ്പർ മാർക്കറ്റിൽ പോയിട്ട് അതിനകത്ത് വേണം പറഞ്ഞു. അപ്പൊ പറഞ്ഞു അതിനകത്ത് ഇവിടെ ഇല്ലാന്ന് പറഞ്ഞു. അത് വെജിറ്റബിൾ മാർക്കറ്റിൽ പോകണം പറഞ്ഞു. അപ്പൊ പിന്നെന്താണ്? അപ്പൊ അവിടെ ഉള്ളത് ഉണക്കമുന്തിരിയാണ്. ഉണക്കമുന്തിരിക്ക് സദീബ് എന്നാ പറയുന്നത്. നമ്മൾ അങ്ങനെയാണ് ലാംഗ്വേജ് പഠിക്കുക. കാരണം നമുക്ക് അറിയുന്നത് പറഞ്ഞാൽ അവർ കറക്റ്റായിട്ട് പറഞ്ഞു തരും. നമ്മളുടെ കിസ്മിസ് അങ്ങനെ നമ്മുടെ ക്രിസ്മസ് അതെങ്ങനെ ഉണ്ടെന്ന് അറിയില്ല. അത് വേറെ ഏതോ ഒരു വാക്കാണ്, മലയാളം എന്തായാലും അല്ല. അല്ല. റേസിൻസ് അറിയോ? ഇത് റേസിൻസ് ഉണക്കമുന്തിരി. റേസിനും കാണുന്നുണ്ട്. ആ കാണുന്നുണ്ട്. എന്താണ്, അറബിയാണോ ഇംഗ്ലീഷാണോ? ഇംഗ്ലീഷ് അല്ല, അത് ഇംഗ്ലീഷാണ്. ഇംഗ്ലീഷ്. നമ്മൾ ജബീബ് എന്ന് പറഞ്ഞത് അറബിയെ കുറിച്ചാണ് പറഞ്ഞത്. അതിനകത്തിന് ഉണങ്ങിയാൽ ജബീബ് എന്നാ പറയുന്നത്. ജബീബ്. ആ സായിയാണോ? ജൈനബിന്റെ ജബീബ് ഹദീസിലുണ്ട് കേട്ടോ, ഹദീസിലുണ്ട്. പക്ഷെ അത് നമ്മൾ അന്നേരം എന്ത് ചെയ്ത് ശ്രദ്ധിക്കൂല. അപ്പൊ നമ്മൾ ഇതിനകത്ത് മുന്തിരിയാണല്ലോ, നമ്മൾ മലയാളത്തിൽ മുന്തിരി എന്നാണല്ലോ പറയാ, ഉണക്ക മുന്തിരിയാണെന്നല്ല പറയാ, ആർദിലാണ്. പിന്നെ കഅന്ന റഅസുഹു ദൂ ജബീബിൻ എന്ന് പറഞ്ഞില്ലേ? ഇസ്മാഉ വാതിഉ വഇൻ ഉല്ലി അലൈക്കും അബ്ദുൻ ഹബശിയ്യുൻ കഅന്ന റഅസുഹു ദൂ ജബീബിൻ എന്ന് പറഞ്ഞു. നിങ്ങൾ എന്ത് ചെയ്യണം? കേൾക്കുകയും അനുസരിക്കുകയും ചെയ്യണം. ഒരു 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 ഉണക്കമുന്തിരി പോലുള്ള, ഉണക്കമുന്തിരിയുടെ മുന്തിരി പോലുള്ള കുറുക്കമുടിയുള്ള ഒരു ഹബശീനിയൻ അടിമയാണ് നിങ്ങളുടെ മേൽ നേതാവായി വാഴിക്കപ്പെട്ടതെങ്കിൽ എന്ന് പറഞ്ഞു. കഅന്ന റഅസുഹു ദൂ ജബീബിൻ. وهو الذي يتوفاكم. يتوفى ماضي. അതിന്റെ ഇസ്മുൽ ഫാഇൽ, ഇസ്മുൽ ഫാഇൽ മുതവഫിൻ. അപ്പം ആള് മരിച്ചാണെന്ന് പറയണമെങ്കിൽ എന്ത് വേണം? ഈ വാക്കിൽ നിന്നും മരിച്ച ആളാണെന്ന് എങ്ങനെ പറയണം? ഈ വാക്കിൽ നിന്നും അപ്പൊ എന്താ പറയാ? തൻവീൻ ഇല്ലാതെയല്ലേ സാധാരണ പറയല്? തൻവീൻ ഇല്ലാതെയല്ലേ നമ്മള് വാക്ക് മുത്തവഫ. അങ്ങനെയാണ് മുത്തവഫ എന്ന് പറയുന്നത്. മർദി അടങ്ങിയ ആള്. يعلم ما جرحتم بالنهار. ما معنى جرحتم؟ പ്രവർത്തിക്കാൻ. കായല്ല, മാവിയോട് ചോദിച്ചാൽ മാവിയായിട്ട് ഉത്തരം പറയാം. പ്രവർത്തിച്ചത്. ഹറജ് അല്ല, ഹറജ് വേറെ, ജറഹ വേറെ. അത് ഫാൽത്തു എന്ന് പറയുന്ന ഇതാവോ? അതെ. മാ ഫഅൽതും, മാ കസബത്തും, അതേപോലെ മാ അമിൽത്തും എന്നൊക്കെ പറയുന്നത് പോലെയാണ്. പക്ഷെ ഓരോന്നിനും അതിൻ്റെതായ അർത്ഥ വ്യത്യാസങ്ങളുണ്ടാകും കേട്ടോ. നിങ്ങൾ ചെയ്ത് കൂട്ടിയത് എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് എന്താണ്, അതേപോലെയുള്ള ഒരു സിവിയർ ആയിട്ടുള്ള മീനിങ് ആണ് മാ ജറഹ്തും. ഈ മുസമ്മ എവിടെ നിന്ന് വന്നതാണ്? മുസമ്മയുടെ മാളി എന്താ?
സമ്മായി സമ്മായി ആ സമ്മായി സമ്മി. സമ്മ- അപ്പൊ സമ്മായി സമ്മിയുടെ എന്താണ് മുസമ്മ? ഇസ്മുൽ സമ്മയുടെ മഫ്ഊൽ. ഇസ്മുൽ മഫ്ഊൽ. ഇസ്മുൽ മഫ്ഊലാണ്. ഹഫളത്തിന്റെ മീനിങ് എന്താ? ഹഫളത്ത് കാവൽക്കാരൻ എന്താണ്? കാവൽക്കാരൻ. കാരനാണോ കാരിയാണോ? കാവൽക്കാർ ആണോ? കാവൽക്കാർ ബഹുവചനാണ്. അപ്പൊ അതിന്റെ ഏകവചനം ഹാഫിളുൻ. ഹാഫിള്. ഹാഫിളിന്റെ ബഹുവചനമാണ് ഹാഫിളൂന ഹഫളത്ത്. സൂക്ഷിപ്പുകാരൻ എന്നൊരർത്ഥം. ആ ഹഫളത്ത് കാരനാണ്, കാരനല്ല കാറാണ് ഹഫളത്ത്, സൂക്ഷിപ്പുകാർ. ഏകവചനം ഹാഫിള് എന്നാണ്, അതിന്റെ ബഹുവചനം ഹാഫിളൂന എന്നും പറയാം. ശ്രീലിംഗ അങ്ങനെ വരില്ല. അപ്പൊ പിന്നെ അങ്ങനെയാണെങ്കിൽ യഹ്വത്ത് യഹ്വത്തിന്റെ ഏകവചനം എന്താ? യഹ്വത്തിന്റെ ഏകവചനം അഹുൻ അല്ലേ? യഹ്വത്ത് എന്ന് പറയുമ്പോൾ സഹോദരിമാരെന്ന് പറയാൻ പറ്റുമോ? അങ്ങനെ ചില വാക്കുകളുണ്ട്. ആ വാക്കുകളുടെ ജന്മ വരുന്നത് താ ചേർന്നിട്ടാണ്. ഹഫദത്ത്, കഫറത്ത്, ഫജറത്ത്. സ്ത്രീലിംഗ പദം ഉണ്ടാവില്ല ഏത് ഹഫദത്തിനോ? അപ്പൊ അങ്ങനെ വരുമ്പോ പിന്നെ ഇതിനെ വേറെ സ്ത്രീലിംഗാക്കാൻ പറ്റില്ലല്ലോ. സ്ത്രീലിംഗ പദമായിട്ട് വരുമ്പോ ഹാഫിളാത്തന്നെ പറയുള്ളൂ. ഹാഫിളാത്തന്നെ വരും. അപ്പൊ ഹാഫിളൂന ഉണ്ട്, ഹാഫിളൂന ഹാഫിളാത്തല്ലേ. അതേസമയം അത് അങ്ങനെ സ്ത്രീലിംഗം മാത്രം എടുത്തു പറയേണ്ടി വരുമ്പോൾ ഹഫദത്ത് എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്? ഹഫദത്ത് എന്ന് പറയുമ്പോൾ സൂക്ഷിപ്പുകാർ. അതെന്താണ്? അത് രണ്ട് മടങ്ങുന്നതാണ്. യായുഹൽ മുഅ്മിനൂൻ എന്ന് പറഞ്ഞാൽ എന്താ? യായുഹൽ മുഅ്മിനൂന വൽ മുഅ്മിനാത്താണ് അല്ലേ? അപ്പൊ അങ്ങനെ വരുമ്പോഴേ കോമൺ ആയിട്ടാണ് ഉപയോഗിക്കുക. അതേസമയം സ്ത്രീകളെ എടുത്തു വരേണ്ടി വരാണ് ഹാഫിളാത്ത് എന്നാണ്. വൽ ഹാഫിളാത്തി ഫുറൂജഹും. അതിന്റെ സിംഗുലർ സ്ത്രീകളെ എടുത്ത് പറയണെങ്കിൽ സ്ത്രീനെ ഹാഫിളത്തുൻ ഒരു സ്ത്രീയാണ് ഹാഫിളത്തുൻ. അപ്പൊ കിട്ടി. ഏകവചനം ഹാഫിളാണ്. ഹാഫിളാണെങ്കിൽ ഹാഫിളത്താണ്. വൽ ഹാഫിളാത്തി ഫുറൂജഹും എന്ന് പറഞ്ഞിട്ടില്ലേ? الحافظون فروجهم والحافظات. ഇന്നൽ മുസ്ലിമീന വൽ മുസ്ലിമാത്തി. അത് തന്നെ. അപ്പൊ അവിടെ മുദക്കറും മുഅന്നസും ഒരുമിച്ച് പറഞ്ഞിട്ടുണ്ട്. ഈ ഖുർആൻ മനഃപ്പാടമാക്കിയ ഹാഫിള് എന്ന് പറഞ്ഞു. അതുണ്ട്. അവർക്കും ഹഫദത്തുൽ ഖുർആൻ എന്ന് പറയും. ഇപ്പോഴാണ് ഒരാൾ മിണ്ടിയത് കേട്ടാ. നേരത്തെ പേര് വിളിച്ചിട്ടും മിണ്ടിയില്ല. പേര് വിളിച്ചപ്പോൾ എവിടെയായിരുന്നു നിങ്ങള്? കേട്ടില്ല അല്ലേ? ചില ആൾക്കാർ നമ്മുടെ വീട്ടിലും പറയുന്നേക്കാം, ക്ലാസ് കുറച്ച് കഴിഞ്ഞാൽ കിട്ടൂല, ഇപ്പൊ ഓൺ ചെയ്ത് വെക്കാൻ. അപ്പൊ അവരെന്ത് ചെയ്യും? ടൈം കഴിഞ്ഞാല് രണ്ടാമത് കയറാനുള്ള ഓപ്ഷൻ ഓഫ് ചെയ്യും. حتى إذا جاء أحدكم الموت توفته رسلنا എന്ന് പറഞ്ഞില്ലേ? സമയം കഴിഞ്ഞില്ലേ? توفته رسلنا وهم لا يفرطون. توفته رسلنا وهم لا يفرطون. എന്തുകൊണ്ട് തവഫത്ത് എന്ന് സ്ത്രീലിംഗം ഉപയോഗിച്ചു? റുസുൽ എന്താണ്? ബഹുവചനം. കുല്ലു ജമ്മ മുഅന്നസ് ആയതുകൊണ്ടാണ് തവഫത്ത് എന്ന് സ്ത്രീലിംഗം ഉപയോഗിച്ചത്. പക്ഷേ അവിടെ റുസുല് മുദക്കറാണ് എന്നുള്ളത് എങ്ങനെ അറിയാം?
റസൂല് മുദക്കറാണോ മുഅന്നസാണോ? റസൂല് മുദക്കിറല്ലേ? അതെ, റസൂല് മുദക്കറാണ്. പിന്നെ ഹും എന്ന് പറഞ്ഞു, പിന്നെ ലാ യുഫരിത്തൂൻ എന്ന് പറഞ്ഞു. അപ്പൊ എന്താണ്? മുദക്കറാണ്. അപ്പൊ ഇങ്ങനെയുള്ള സ്ഥലത്താണ് നമ്മളെ കുല്ലു ജമ്മിൻ മുഅന്നസ് എന്ന് പറയുന്നത്. മുദക്കറാണെങ്കിലും അവിടെ എന്ത് ചെയ്യാൻ പറ്റും? അവിടെ മുഅന്നസ് ഉപയോഗിക്കാം. അപ്പൊ ഈ ഭാഗം തുടങ്ങിയതേ ഉള്ളൂ കേട്ടോ, നമ്മൾ ഇവിടെ നിർത്തുകയാണ്. إذا جاء أحدكم الموت توفته رسلنا وهم لا يفرطون. فرط يفرطون എന്താണ്? വീഴ്ച വരുത്തില്ല. വീഴ്ച വരുത്തി. ഓക്കെ, ഇൻഷാ അല്ലാഹ് അടുത്ത പ്രാവശ്യം ഈ 5 പേജ് വായിച്ചിട്ട് സൂറത്ത് തീരാത്ത ആൾക്കാരുണ്ടാവും. അവരെന്ത് ചെയ്യണം? ബാക്കിയാണ് വായിക്കേണ്ടത്. സൂറത്ത് തീരാത്ത ആൾക്കാർ ബാക്കി വായിക്കണം. പിന്നെ രണ്ടാമത് വായിക്കുന്ന ആൾക്കാർ എന്ത് ചെയ്യണം? ഇനി വായിക്കാനുള്ള 61 മുതലുള്ള ആയത്താണ് രണ്ടാമത് വായിക്കേണ്ടത്. അപ്പൊ പേജ് ഞാൻ തീർന്നാ പിന്നെ ഓക്കെ, ഞാൻ എല്ലാം തീർന്നെന്ന് വിചാരിക്കരുത്. വീണ്ടും വായിക്കണം. വീണ്ടും വായിക്കുമ്പോൾ നമ്മൾ ഓരോന്നിനും ഫോക്കസ് ചെയ്യേണ്ട രീതിയിൽ ഏതെങ്കിലും ഗ്രാമർ മനസ്സിലാകാത്തുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ആ ചർച്ച ചെയ്ത് പഠിച്ചിട്ട് ഉറപ്പിച്ചിട്ട് പോകണം. ഇത് പഠിച്ചാൽ എല്ലാ ഗ്രാമറും മനസ്സിലാവണം. ഇത് പഠിച്ചാൽ ഖുറാനുള്ള എല്ലാ ഗ്രാമറും മനസ്സിലാവണം. അല്ലെങ്കിൽ ഇതിൽ വന്നിട്ടുള്ള ഗ്രാമർ കറക്റ്റ് ആയിട്ട് മനസ്സിലാവണം. ഓക്കെ, വേർഡ് മീനിങ് ഒന്ന് ഗ്രൂപ്പിൽ ഇടാം, എല്ലാം ഒന്നിച്ച്. വേർഡ് മീനിങ് ഇട്ടില്ലായിരുന്നു നമ്മള്? ഇട്ടെന്നാണ് എന്റെ ഓർമ്മ. എല്ലാം ഇട്ടിട്ടുണ്ട്. ഇട്ടിട്ടുണ്ട്. ഒന്നിച്ചിട്ടിട്ടില്ല. ഒന്നിച്ചിട്ടില്ലേ? ഓക്കെ, മറ്റുള്ള ക്ലാസ് ഓരോ ക്ലാസ്സിന്റെ ക്ലാസ്സിന്റേതായിട്ട് ഇട്ടിട്ട്. പിന്നെ ഹോംവർക്ക് എന്താന്ന് ഗ്രൂപ്പിൽ ഇട്ടാല് മറക്കില്ല, ഒന്ന് പെട്ടെന്ന് ചെയ്യാം. ഹോംവർക്ക് എന്താണ്? ഹോംവർക്ക് ഗ്രൂപ്പിൽ എന്താണ് ചെയ്യേണ്ടത്? അല്ല, എന്താണ് ചെയ്യേണ്ടത്? ഹോംവർക്ക് എന്താ ചെയ്യേണ്ടത്? അല്ല, തങ്ങൾ തന്നെ പറയും എന്താ ചെയ്യേണ്ടത്. ഇപ്പൊ പറഞ്ഞിട്ടുള്ള 5 പേജ് ദിവസം 1 പേജ് വായിക്കണം. അപ്പൊ ദിവസം 1 പേജ് വായിക്കണം. നേരത്തെ വായിച്ചവർ കണ്ടിന്യൂ ചെയ്യുക, സൂറത്തുൽ അൻആം തീർക്കുക, വീണ്ടും വായിക്കണം. തീരുമ്പോഴത്തേക്കാണ് വീണ്ടും 1 പേജ് വായിക്കേണ്ടത്. ദിവസം വീണ്ടും 1 പേജ് വായിക്കണം. അപ്പൊ എന്ത് ചെയ്യണം? ബാക്കി 62ാമത്തെ ആയത്ത് മുതലാണ് രണ്ടാമത് വായിക്കേണ്ടത്. ദിവസം 1 പേജ് വായിച്ച് അതിലെ സർഫ് നഹ്വ് വിശകലനം ചെയ്യുക. ദിവസവും 1 പേജ് വായിച്ച് അതിലെ സർഫ് നഹ്വ് വിശകലനം ചെയ്യുക. സംശയമുള്ളത് ഗ്രൂപ്പിലിടുക. ഗ്രൂപ്പിലിട്ടാല് അതിൽ ഒരാൾക്ക് തന്നെ എന്ത് ചെയ്യാം? ആൻസർ ചെയ്യാം. തെറ്റിച്ചോട്ടെ, കുഴപ്പമില്ല. തെറ്റിയാൽ തിരുത്താൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം? ക്ലാസ്സിൽ ചെക്ക് ചെയ്യാം. ഓക്കെ, ക്ലിയർ ആയില്ലേ ഹോംവർക്ക്? അല്ലാഹു സുബ്ഹാനഹു വ തആല, കാരണം ഇവിടെ നിന്ന് വിട്ടാൽ പിന്നെ ഞാൻ ഇതിലേക്ക് വരുമെന്ന് ഓർമ്മയില്ല. ഇപ്പൊ ഞാൻ ആൾക്കാർ വിളിച്ചോണ്ടിരിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആൻ യഥാവിധി വായിക്കാനും പഠിക്കാനും ചിന്തിക്കാനും ആഴത്തിൽ ഇറങ്ങിച്ചെന്ന് കാര്യങ്ങൾ മനസ്സിലാക്കാൻ. പിന്നെ ഞാൻ പറഞ്ഞത് വ്യത്യസ്തമായ ഒരു തഫ്സീർ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ അതേപോലെ തഫ്സീർ, അറബി തഫ്സീറുകൾ വായിച്ച് നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കുക. അപ്പൊ ഇത് നമുക്ക് ഭയങ്കര ഓപ്പണിങ് കിട്ടും. നമ്മൾ ഇതുവരെ വായിച്ചതിന് അപ്പുറം തഫ്സീറുകൾ ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അല്ലാഹു അതിനെ തൗഫീഖ് നൽകട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അസാബന്നാർ برحمتك يا ارحم الراحمين. صلى الله تعالى وسلم على خير خلق محمد وعلى اله وصحبه اجمعين والحمد لله رب العالمين. ഹംസ പുലമന്തോൾ ആണോ? ഹംസ, യാ ഹംസ. ഹംസ കേൾക്കുന്നുണ്ടോ? ഹംസ എപ്പോഴാണ് ഞാൻ കണ്ടത്? നേരത്തെ കണ്ടില്ല, അതുകൊണ്ട് ചോദിച്ചത്. ഓക്കെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വലൈക്കും അസ്സലാം.